ഈ വീഡിയോയിൽ നമുക്ക് പ്രീമിയർ പ്രോൻ്റെ ഇൻ്റർഫേസ് നോക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് പ്രീമിയർ പ്രോയുടെ ഇൻ്റർഫേസ്. ഐശ്വര്യമായിട്ട് പ്രോജക്റ്റ് പാനലിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഇതാണ് പ്രോജക്റ്റ് പാനൽ. ബേസിക്കലി പ്രോജക്റ്റ് പാനൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫുട്ടേജും ഫോട്ടോസും അതേപോലെ ആവശ്യമുള്ള അസറ്റ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ടൈം ലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പ്രോജക്റ്റ് പാനൽ യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സോഴ്സ് മോണിറ്ററാണ്. സോഴ്സ് മോണിറ്റർ ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോജക്റ്റ് പാനലിലേക്ക് ഒരു വീഡിയോ എടുത്തു. സോ ആ വീഡിയോയിൽ ചില പോർഷൻ മാത്രം നമുക്ക് മതിയെങ്കിൽ നമുക്ക് സോഴ്സ് മോണിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ടൈം ലൈനാണ്. ടൈം ലൈനും ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫുട്ടേജസും എല്ലാ ഓഡിയോസും എഫക്ട്സും ഓവർലേസും എല്ലാം കൂടി നമ്മളൊരിടത്ത് സെറ്റ് ചെയ്യുമ്പോഴാണല്ലോ എഡിറ്റ് വരുന്നത്. സോ ആ സെറ്റിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ടൈം ലൈൻ. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് പ്രോഗ്രാം മോണിറ്ററാണ്. പ്രോഗ്രാം മോണിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈം ലൈനിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ പ്രോഗ്രാം മോണിറ്ററിൽ കാണാൻ പറ്റും. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ടൂൾ ബോക്സ് ആണ്. ടൂൾ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എല്ലാം ഈ ഒരു പാനലിനകത്ത് ഉണ്ടാവും. സോ അത് ആവശ്യമുള്ള സമയത്ത് അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എഫക്റ്റ് പാനൽ, എഫക്റ്റ് കൺട്രോൾ പാനൽ ആൻഡ് ആഡിയോമീറ്റർ. ഈ എഫക്റ്റ് പാനൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും ആവശ്യമുള്ള എഫക്ട്സ് എല്ലാം ഈ ഒരു പാനലിനകത്താണ് ഉണ്ടാവുക. രണ്ടാമത് എഫക്റ്റ് കൺട്രോൾ പാനൽ. എഫക്റ്റ് കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്തു, ഇല്ലെങ്കിൽ നമ്മുടെ ഫുട്ടേജിന് പൊസിഷൻ ചേഞ്ച് ചെയ്യണം, സ്കെയിൽ ചെയ്യണം, ഇതെല്ലാം നമ്മൾ ഈ എഫക്റ്റ് കൺട്രോൾ പാനലിലാണ് ചെയ്യുക. അടുത്തത് ആഡിയോമീറ്റർ. ഇത് നമ്മുടെ സൗണ്ടിൻ്റെ DB അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനലാണ് ഈ സൗണ്ട് മീറ്റർ. സോ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ ഫോളോ ചെയ്ത് വെച്ചു.